ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 2 മീറ്റർ തുണി കൊണ്ട് നമ്മളൊരു സ്കേർട്ടും ടോപ്പും അതുപോലെ തന്നെ ഒരു ഫ്രോക്കും ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഫ്രോക്ക് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഉള്ളത് വിത്ത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ അടിഭാഗത്തോട്ട് നമ്മൾ പറഞ്ഞ 2 മീറ്ററിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫ്രോക്കിൻ്റെ അടിഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യോക്ക് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ മെറ്റീരിയൽ. 1/2 മീറ്ററിൽ കുറച്ച് താഴെയുള്ള നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം യോക്കിന് ലൈനിങ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം തീരെ കട്ടിയില്ലാത്ത നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് നമുക്ക് യോക്കിന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ ആദ്യമേ 4.5 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ തന്നെ കൈക്കുഴിയും നമ്മൾ 4.5 എടുക്കുന്നത്. അതുപോലെ നെക്കും നമ്മൾ 4.5 തന്നെയാട്ടോ എടുക്കുന്നത്. ചെസ്റ്റ് നമ്മളിവിടെ 5.5 വെച്ച് കൊടുക്കുന്നത്. 5.5 എന്ന് പറയുമ്പോൾ 22 ഇഞ്ചാട്ടോ എടുക്കുന്നത്. എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലോട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈയൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്കിൻ്റെ ഇറക്കം നോക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് യോക്കിന് ഇറക്കം വേണ്ടെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് യോക്കിന് ഇറക്കം വെക്കുന്നില്ല. 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അടിഭാഗത്ത് തയ്യൽ തുമ്പും അതുപോലെ തന്നെ ഷോൾഡർ കൂട്ടിയടിക്കുന്ന എല്ലാം കൂടെ നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ യോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ചെസ്റ്റിൽ എത്രയാണ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത്. കാരണം തീരെ മെലിഞ്ഞ കുട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ സെയിം അളവ് വെക്കുന്നുള്ളൂ. വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടും. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൂസായിട്ടിരിക്കുന്നതല്ല കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഈക്വലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ കഴുത്താണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിന് ഞാൻ വിരിവ് 2 ഇഞ്ചാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇറക്കം വരുന്ന രീതിയിൽ 4.5 ഇഞ്ചാട്ടോ നമ്മൾ വെക്കുന്നത്. കാരണം നമ്മളിവിടെ എക്സ്ട്രാ സിബൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ബാക്കിൽ ചെറിയ ഒരു ഹുക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല തുണിയിൽ വർക്ക് എവിടെയൊക്കെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്ക്ഡ് മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പം 2 സൈഡിൽ നിങ്ങൾ കാണുന്നില്ല പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നല്ല തുണിയിൽ കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഫുള്ള് കട്ട് ചെയ്യാം. നെക്കൊക്കെ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തതിലും കുഴപ്പമില്ല. നമ്മൾ തയ്ച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്താലും മതിയായിരിക്കും. അപ്പം നമ്മൾ ബാക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു ഹുക്ക് വെക്കുന്നുണ്ടെന്ന്. അതിന് 2 ഇഞ്ച് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതൊന്ന് ജസ്റ്റ് ആ കുഴിച്ച് വരച്ച ഭാഗം മാത്രം നമ്മൾ ഒരു വി പോലെ വരുന്ന രീതിയിൽ മറിച്ചതിന് ശേഷം നമ്മൾ കഴുത്ത് കറക്റ്റ് ഷേപ്പിന് വെട്ടിയതിന് ശേഷം അകമ്പുറം തിരിച്ചെടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് ഇവിടെ നമ്മൾ അടിച്ചെടുക്കുന്നില്ല. നെക്കിൽ നമ്മൾ ക്രോസ് പീസ് ആട്ടോ വെക്കുന്നത്. അപ്പം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരുപോലെ തന്നെ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഷോൾഡറും കൂടെ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്കിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്രോസ് പീസ് എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ച് നമ്മുടെ നെക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ക്രോസ് പീസ് എങ്ങനെയാണ് നെക്കിൽ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളത് അടിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കത് ഫുൾ അടിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസൊക്കെ വെച്ച് എല്ലാം നമ്മൾ നെക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി വെറുതെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിൽ നല്ലത് ഈ ഒരു ബോർഡർ നമ്മൾ അടിഭാഗത്തെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് വെക്കുന്നതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഗോൾഡൻ ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. വേറെ നമുക്ക് എക്സ്ട്രാ തുണികളൊന്നുമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ കരുതി ഇത് 2ആയിട്ട് മടക്കാതെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ സ്ലീവിന് ലെങ്ത് കിട്ടും. അപ്പോൾ ആ ഒരു രീതി വേണ്ടെന്നാണല്ലോ അവർ പറഞ്ഞത് കസ്റ്റമർ. അപ്പം ഞാൻ കരുതി എന്നാൽ അത് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യണം. ഒരുപാട് ലെങ്തും ഇല്ല. അതായത് സ്ലീവ്ലെസ് ആണെന്ന് ചോദിച്ചാൽ സ്ലീവ്ലെസ് ആണ്, സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സ്ലീവും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രോക്കിന് കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താല്പര്യം ഇല്ലാത്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാപരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്ലീവ് വെക്കുമ്പോഴത്തേക്കും നമുക്കവിടെ തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ നിൽക്കുന്ന കാണാം. അപ്പം അതൊന്ന് അടിച്ച് മറിക്കാനായിട്ട് നമ്മൾ നെക്കിൽ എങ്ങനെയാണോ ക്രോസ് പീസ് വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും വെച്ച് കൊടുക്കണം. കാരണം ചിലപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗത്ത് നമ്മളെ ഈ കസവ് പോലുള്ള മെറ്റീരിയലൊക്കെ കൊണ്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് അവിടെ അടിച്ച് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇടുമ്പോൾ കുറച്ച് കംഫർട്ടായിരിക്കും, അതുപോലെ തന്നെ കാണാനും ഭംഗിയായിരിക്കും. ഇല്ല ചിലപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ആം ഹോളിൻ്റെ അതുവഴിയൊക്കെ പുറത്തോട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റും അതുപോലെ തന്നെ പെർഫെക്റ്റും കാണാനും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ പരിപാടി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ യോക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു തന്നത്, കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ തുണി, അത് നമ്മൾ രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ രണ്ടിൻ്റെയും അടിഭാഗം ഒന്ന് മടക്കിയടിച്ച് എടുക്കാം കേട്ടോ. മടക്കി എടുക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഫ്രോക്കിന് വള്ളി പിടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. കാരണം നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ ഇല്ല, കാരണം 2 തുണിയാണ് നമ്മൾ തയ്ക്കുക. അതായത് ഒന്ന് സ്കേർട്ടും തയ്ക്കുന്നുണ്ട്, ഒന്ന് ഫ്രോക്കിന് വേണ്ടിയിട്ട് തയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രമാത്രം പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ എത്രയാണോ തുണിയുള്ളത് ഉള്ള തുണിയുടെ അളവനുസരിച്ച് നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഒരുപാട് വലുപ്പം ഇല്ലാത്ത പ്ലീറ്റ്സ് ആട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ യോക്കിന് വെച്ച് കൊടുക്കണം, കാരണം കറക്റ്റ് അളവാണോ അല്ലേ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലൈനിങ്ങും നമുക്ക് 2 മീറ്റർ തന്നെ ഉണ്ടായിരുന്നു, അതും നമ്മൾ നടുവേ കട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതുപോലെ എടുത്തേക്കുന്നത്. അതിന് നമ്മൾ കുട്ടി പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ ഒരു തുണിക്ക് അങ്ങനെ ഒരുപാട് കട്ടിയില്ല, അപ്പോൾ ലൈനിങ് വെച്ചില്ല കാണാൻ ഭംഗിയില്ലായിരിക്കും. അതിനുശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് നമ്മുടെ യോക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 2 സൈഡും നമ്മൾ പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് നമ്മൾ അയൺ ചെയ്തെടുക്കണം കേട്ടോ, എങ്കിലേ നമുക്കതൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് യോക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വള്ളിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നത്, തയ്ക്കുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളി, ഇത് വള്ളിയും പിടിപ്പിച്ച് അതുപോലെ തന്നെ നമുക്ക് യോക്കും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫ്രോക്ക് വരുന്നത്. അപ്പോൾ വെറും 1 മീറ്റർ കൊണ്ട് ഇല്ലെങ്കിൽ 2 മീറ്ററിൻ്റെ പകുതിയിൽ വെച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.